ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇയർ സീരീസിൻ്റെ PYQ സീരീസിൻ്റെ സെറ്റ് നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ 1050/2024 ആണ് കേട്ടോ. 1050/2024 ക്വസ്റ്റ്യൻ കോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ സുഹൃത്ത് പറഞ്ഞിരുന്നു 1050/2024 ഡിസ്കസ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് നമ്മളൊരു സെറ്റാണ് കേട്ടോ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സീരീസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ നിന്നും 20, മാത്സിൽ നിന്ന് 20, പിന്നെ അതുപോലെ തന്നെ GK പ്ലസ് കറണ്ട് അഫയേഴ്സാണ് 20 ഉള്ളത്. അപ്പോൾ 61 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷും മാത്സും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട്. പിന്നെ GKയും കറണ്ട് അഫയേഴ്സും നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 61ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് റീജിയണൽ ഓഫീസ് ഓഫ് ICA എന്നതാണ് കേട്ടോ. റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണോ, റീജിയണൽ ഓഫീസ് ഫോർ ആഫ്രിക്ക ആണോ, റീജിയണൽ ഓഫീസ് ഫോർ അമേരിക്ക ആണോ, റീജിയണൽ ഓഫീസ് ഫോർ യൂറോപ്പ് ആണോ? അപ്പോൾ ഇതിന് മുന്നേ, അതായത് CSEB ഇതിന് മുമ്പേ ചോദിച്ച ഒരു ആൻസർ കീയിൽ റീജിയണൽ ഓഫീസ് ഫോർ ആഫ്രിക്ക എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആഫ്രിക്കയിൽ ഇതിന് മുന്നേ, അതായത് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ ഏഷ്യ പസഫിക് റീജിയണിലാണ് വർഷം വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അതിന് മുന്നേ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് അങ്ങനെ ആൻസർ കീ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഏത് തന്നെയാണ്? ഏഷ്യ പസഫിക് തന്നെയാണ് കേട്ടോ. അതായത് ഓപ്ഷൻ A ആയ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണ് ഇപ്പോഴത്തെ ആൻസർ കീയിൽ. വർഷം വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഇതിന് മുമ്പ് ചില പുസ്തകങ്ങളിൽ എന്ത് കാണാറുണ്ട്, ആഫ്രിക്കയാണ് എന്ന രീതിയിൽ കാണാനുണ്ട്. അതിന് കാരണം അതാണ് കേട്ടോ. ഓക്കെ, റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണ് ഫൈനൽ കീ വന്നപ്പോൾ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ICA ബന്ധപ്പെട്ട് നമ്മളൊരു വിശദമായിട്ടുള്ള ക്ലാസ് ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ക്ലാസ് ആയിരുന്നു, ക്വസ്റ്റ്യൻ സീരീസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ നമുക്ക് ICA ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്ന് ഓടിച്ചു പോകാം. ICA എന്നാണ് ഫൗണ്ട് ചെയ്തത്? 19/8/1895 ICA ഫൗണ്ട് ചെയ്തത് അല്ലേ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പ്രസൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയമാണ്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ്, അതുവരെ പഠിക്കണം കേട്ടോ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അങ്ങനെ തന്നെ ചോദിക്കാം, ഇത് ഏത് തരം ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഓൾഡസ്റ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. ഇത് ഫസ്റ്റ് മീറ്റിംഗ് എന്താണ്? ഇൻ്റർനാഷണൽ ബോഡീനെ കുറിച്ച് ചിന്തിക്കുന്ന ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ലണ്ടനിലാണ്. 1892 ആ മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ICA എന്തായാലും പഠിക്കാതെ പോയത്, ICA എന്തായാലും ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ ICAയുടെ ഒരു ഷേപ്പ് നൽകിയ കോൺഗ്രസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ICAയ്ക്ക് ഒരു വ്യക്തമായ ഷേപ്പ് നൽകിയത്. അതായത് ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദ ICA എന്ന് പറയാറുണ്ട്. ഓക്കെ, ഏരിയൽ ഗ്വാർക്കോ ആണ് ഇപ്പോഴത്തെ ICAയുടെ പ്രസിഡന്റ് എന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ICAയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആരാണ്? ഇന്ത്യയിൽ നിന്നുള്ള രാംദാസ് പന്തലു ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റിലത്തെ വുമൺ പ്രസിഡൻറ്റിനെ ചോദിക്കാറുണ്ട്, ഡെയിം പോളിൻ ഗ്രീൻ ആണ്. 2009 ഫസ്റ്റ് വുമൺ പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പ്രസിഡൻറ്റുമാർ 2 പ്രസിഡൻറ്റുമാരാണ് 1895 തൊട്ടിട്ടുണ്ടായിരുന്നത്. ഏർലി ഗ്രേയും ഹെൻറി W. വോൾഫും ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? സെക്രട്ടറി, ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? ഫസ്റ്റ് സെക്രട്ടറി എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആണ് കേട്ടോ. എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ക്ലാസ് ഉണ്ട്, അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് കണ്ട് നോട്ട്സൊക്കെ വ്യക്തമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ റീജിയണൽ ഓഫീസിനെ കുറിച്ചും കൂടി ഒന്ന് നോക്കാം. ICAയ്ക്ക് 4 റീജിയണൽ ഓഫീസാണുള്ളത് കേട്ടോ. ICAയ്ക്ക് എത്ര റീജിയണൽ ഓഫീസുണ്ട്? 4 റീജിയണൽ ഓഫീസാണുള്ളത്. ഒന്നാമത്തെ ICA റോപ്പാണ്. ഒന്നാമത്തെ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് 1960 ഫോം ചെയ്തത്. രണ്ടാമത്തെയാണ് ICA ആഫ്രിക്ക, നൈറോബിയാണ് ആസ്ഥാനം. 1968 ഫോം ചെയ്തു. ICA അമേരിക്ക, സാൻജോസിലാണ് ആസ്ഥാനം. 1990 ഫോം ചെയ്തു. ICA യൂറോപ്പ്, ബ്രസൽസ്, ബെൽജിയത്താണ് ആസ്ഥാനം. 2005. അപ്പോൾ ICA റോപ്പുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആളാണ് ജവഹർലാൽ നെഹ്റു അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയ കോപ്പറേറ്ററാണ് ജവഹർലാൽ നെഹ്റു. ICA റോപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ ബോണോ ഹൗസിലാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ ബോണോ ഹൗസിലാണ്
അദ്ദേഹമാണത് ഇനാഗ്രേറ്റ് ചെയ്തത്. ജവഹർലാൽ നെഹ്റു ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. നവംബർ 14, 1960 ആര് ഇനാഗ്രേറ്റ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ഇനാഗ്രേറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ബോണോ ഹൗസുമായി കൺസ്ട്രക്ഷന് സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡൻ ആണ് കേട്ടോ. ഏതാണ്? സ്വീഡൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആഫ്രിക്കയിലെ നെയ്റോബിയിൽ ആണ് ഫസ്റ്റ് റീജിയണൽ ഓഫീസ് എന്ന് പല പുസ്തകങ്ങളും കാണാണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആൻസർ കീ വന്നത് ഏത് തന്നെയാണ്? നമ്മുടെ ICA റോപ്പാണ് ഫസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റീജിയണൽ ഓഫീസ് അമേരിക്ക ഹെഡ്ക്വാർട്ടേഴ്സ് സാൻജോസ് ആണ്, 1990. അപ്പോൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ICAക്ക് 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. അത് പ്രധാനപ്പെട്ടതാണ്, നോക്കണം. സെക്ടറൽ ഓർഗനൈസേഷൻസ് 8 എണ്ണാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ICA പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ഓർത്ത് വെക്കണം. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ICA ബുള്ളറ്റിൻ ക്വാർട്ടർലി, കോപ്പറേറ്റീവ് ഇൻസൈഡർ ആണ് അവരുടെ ഡൈജസ്റ്റ്. പിന്നെ ദ റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ് എന്നത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ സീമാസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാറുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് മെറ്റീരിയൽ അഡ്വൈസറി സർവീസ് ആണ് സീമാസ് കേട്ടോ. സീമാസ് ICA ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ICA ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ICAക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്? 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. ഏതെല്ലാമാണത്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണിത്. ഓക്കെ. ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ. പ്രസിഡന്റ് ആണ് ജനറൽ അസംബ്ലിയും ഒക്കെ പ്രിസൈഡ് ചെയ്യുന്നത്. പിന്നെ ജനറൽ അസംബ്ലി മീറ്റ് ചെയ്യുന്നത് വൺസ് ഇൻ എ ഇയർ ആണ്. കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് സുപ്രീം ബോഡി ഓഫ് ICA എന്നറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് സുപ്രീം ബോഡി ഓഫ് ICA. പിന്നെ ICWS എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ICA കേട്ടോ. ഓക്കെ. പിന്നെ ICAയിൽ എലിജിബിൾ ആവുന്ന 3 ടൈപ്പ് മെമ്പർഷിപ്പാണ്. മെമ്പേഴ്സ് ഉണ്ട്, അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ സെക്ടറൽ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 3 ടൈപ്പ് മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി. ഇന്ത്യയിൽ നിന്ന് മെമ്പർഷിപ്പ് ICAയിൽ ലഭിച്ച ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ അവരുടെ ഒരു ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രോജക്റ്റാണ് കേട്ടോ. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പ്രോജക്റ്റാണ് എന്ത്? വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ICAക്ക് കൺസൾട്ടീവ് സ്റ്റാറ്റസ് കിട്ടിയ വർഷം ചോദിക്കാറുണ്ട് അല്ലേ. യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺസൾട്ടീവ് സ്റ്റാറ്റസ് കിട്ടിയത് 1946. പിന്നെ ഒരു രാജ്യത്തിൽ നിന്നും എത്ര റെപ്രസെൻറ്റേറ്റീവിനെ മാക്സിമം ഉൾക്കൊള്ളും എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് മാക്സിമം എടുക്കുക കേട്ടോ, ഓരോ രാജ്യത്തിൽ നിന്നും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതായത് 1895 തൊട്ടിട്ട് 1982 വരെ എവിടെയായിരുന്നു? ലണ്ടനിലെ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു. പിന്നെ 1982 തൊട്ട് 2013 വരെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലായിരുന്നു. പിന്നെ അവിടെ നിന്നും 2013 വീണ്ടും ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മാറിയത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഓടിച്ചു പോയി, കാരണം ഈ ഫാക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി കേട്ടോ. അപ്പോൾ ക്ലാസ് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ? NCOയുടെ ചെയർമാൻ ആരാണെന്നാണ്. ശിവദാസൻ നായർ, ദിലീപ് സംഘാനി, S സത്യനാരായണ, ദിനേശ് കുമാർ ഖാര. അപ്പോൾ ഇതിൽ ദിലീപ് സംഘാനിയാണ് ആര്? ചെയർമാൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ കേട്ടോ. ദിലീപ് സംഘാനിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ആരാണ്? ദിലീപ് സംഘാനി. അപ്പോൾ ദിലീപ് സംഘാനിയുടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് സംഘാനി നാഫ്സ്കോബിൻ്റെ ചെയർമാനായിരുന്നു കേട്ടോ. നാഫ്സ്കോബിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇഫ്കോയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു. പിന്നെ ഫോർമർ ക്യാബിനറ്റ് മിനിസ്റ്ററായുള്ള പദവി വഹിച്ച ആളാണ് ദിലീപ് സംഘാനി. പിന്നെ അതുകൂടാതെ നമ്മുടെ ക്രിപ്കോയുടെ സഹകാരിതാ ശിരോമണി എന്ന് പറഞ്ഞ അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിപ്കോയുടെ സഹകാരിതാ ശിരോമണി എന്ന അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ദിലീപ് സംഘാനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോപ്പറേറ്ററാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ എന്നാണ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? NCCT അല്ലേ. NCCT കൺസിസ്റ്റ് ഡാഷ് വെഞ്ചർ. ഏത് തരത്തിലുള്ള കമ്പനിയാണ്? ബാങ്കിങ് കമ്പനിയാണോ, ഓട്ടോണമസ് സൊസൈറ്റി ആണോ, നോൺ ബാങ്കിങ് കമ്പനിയാണോ, അപ്പെക്സ് സൊസൈറ്റി ആണോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോണമസ് സൊസൈറ്റിയാണ് കേട്ടോ. അവരുടെ ഡെഫിനിഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിലുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്
ട്രെയിനിങ്. NCCT എന്ന് പറയുമ്പോൾ തന്നെ NCCT ഈസ് രജിസ്റ്റേർഡ് ആസ് ഓട്ടോണമസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഈസ് രജിസ്റ്റേർഡ് ഓട്ടോണമസ് സൊസൈറ്റി അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഓട്ടോണമസ് സൊസൈറ്റിയാണ്, സ്വയംഭരണ സൊസൈറ്റിയാണ് എന്ത് NCCT എന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹകരണ വകുപ്പ് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ NCCTയുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണത്. NCCT രജിസ്റ്റർ ചെയ്യുന്നത് ഓട്ടോണമസ് സൊസൈറ്റി ആയിട്ടാണ്. ഏത് ആക്ടിന് കീഴിലാണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കീഴിലാണ്. ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി NCCTയെ ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. NCCT രൂപീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th 5-year പ്ലാൻ, 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 3 ടയർ സ്ട്രക്ചറിലാണ് NCCT പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ് NCCT? എന്തിനാണ്? ഓർഗനൈസ് ചെയ്യുന്നുണ്ട് നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓക്കെ, ആവശ്യമുള്ള ട്രെയിനിങ് പ്രോഗ്രാം, നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് ഓഫ് ദ കൺട്രി. ഇതിന് വേണ്ടിയിട്ടാണ് NCCT പ്രവർത്തിക്കുന്നത്. NCCT എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നതും പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCCT ആണെന്ന് ഓർത്തിരിക്കുക. NCCTയുടെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ അത്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ജൂലൈ മാസം 1-ാം തീയതിയാണ്, 1976 കേട്ടോ. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ തന്നെയാണ്. പ്രവർത്തനം തുടങ്ങുന്നത് 18-ാം തീയതിയാണ്, 18/7/1976. 3 ടയർ സ്ട്രക്ചറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് 3 ടയറായിട്ടാണ് പ്രവർത്തനം കേട്ടോ. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? NCCTയുടെ DJ ഗാർവെയാണ് കേട്ടോ. DG ഗാർവെയാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് NCCT. ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT രൂപവൽക്കരിച്ചത്? MS സ്വാമിനാഥൻ കമ്മിറ്റി. ഏതാ വർഷം? MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ വർഷം ഏതാ? 1973 കേട്ടോ. 1973 MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT 1976 ജൂലൈ മാസം 1-ാം തീയതി രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂലൈ മാസം 18-ാം തീയതിയാണ്. ഓക്കെ, MS സ്വാമിനാഥൻ കമ്മിറ്റി അറിയപ്പെടുന്ന പേരെന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ് കേട്ടോ. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ NCCT ആണ് അപ്പെക്സ് ലെവൽ. പിന്നെ വാംനികോം ഉണ്ട് കേട്ടോ. NCCTക്ക് 3 ഘടനയുണ്ട്. അതായത് വാംനികോം ഉണ്ട്, അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷനായിട്ട് വാംനികോം ഉണ്ട്. പിന്നെ വാംനികോമിന് താഴെ RICM എന്ന് പറയും, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റും പിന്നെ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റും ഉണ്ട്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, ICM ഉണ്ട്, RICM ഉണ്ട്, ICM ഉണ്ട്. അതിനും താഴെ ട്രെയിനിങ് കോളേജസ് ആണ് കേട്ടോ. അതിനും താഴെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണുള്ളത്. ഈ ട്രെയിനിങ് കോളേജസ് നമ്മുടെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജില്ലേ, ആ ട്രെയിനിങ് കോളേജസിന് അക്കാഡമിക് സൂപ്പർവിഷൻ നൽകുന്നത് NCCT ആണ്. പക്ഷേ അവർ റൺ ചെയ്യിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യിക്കുന്നത്. പക്ഷേ അവർക്ക് അക്കാഡമിക് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? അക്കാഡമിക് സൂപ്പർവിഷനും അതുമായി ബന്ധപ്പെട്ട പഠനകാര്യങ്ങളും സൂപ്പർവിഷനും സിലബസൊക്കെ തീരുമാനിക്കുന്നത് NCCT ആണ് കേട്ടോ. NCCTയുടെ ഒരു ഇതിലാണ്, 3ാമത്തെ ഘട്ടമായിട്ടാണ് വരുന്നത്. 3 ടയറിൽ ലാസ്റ്റ് ടയറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NCCTയെ ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഈ ഒരു ICM നമ്മൾ പറഞ്ഞല്ലോ, ICM അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കേരളത്തിൽ 2 ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ മൊത്തം 14 എണ്ണമാണ് ICMകൾ ഉള്ളത്. കേരളത്തിൽ എവിടേക്കാണെന്ന് അറിയോ ICMകൾ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പൂജപ്പുര ഒരു ICM ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ പറശ്ശിനിക്കടവിലും ഒരു ICM പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ RICM ഇന്ത്യയിലുള്ളത് 5 എണ്ണമാണ്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ആമുഖം എന്ന രീതിയിൽ നമുക്ക് NCCTനെ കുറിച്ച് കൊടുക്കാവുന്ന പോയിന്റുകൾ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ദ ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോണിന് എന്താണ് സെക്യൂരിറ്റി കൊടുക്കുക? പേഴ്സണൽ ഷുവറിറ്റി കൊടുത്താൽ പറ്റുമോ? ലാൻഡഡ് പ്രോപ്പർട്ടി ആണോ കൊടുക്കുക? അതായത് ഭൂമിയുടെ ആധാരം വേണോ? അതോ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയോ? ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്പാണോ കൊടുക്കുക? ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ എന്താണ് ഈട് കൊടുക്കേണ്ടത്? ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് തന്നെയാണ് കേട്ടോ ഈട് കൊടുക്കേണ്ടത്.
ഓക്കെ, അഗ്രികൾച്ചറൽ ലോൺ അതല്ല, അഗ്രികൾച്ചറൽ ലോൺ പോലെയല്ല. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്പാണ്, ഇപ്പോൾ ഉള്ള വിള തന്നെയാണ് എന്തു കൊടുക്കുന്നത്, ഈടായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, അത് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു അഗ്രികൾച്ചർ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ സമയം നിങ്ങൾ നോക്കണം. അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ സമയം നോക്കണം കേട്ടോ. ക്രെഡിറ്റ് എന്നത് എവിടെ നിന്ന് വന്നതാ? ലാറ്റിൻ വേർഡ് ക്രീഡയർ, CREDER കേട്ടോ. ഐ ബിലീവ് എന്ന അർത്ഥത്തിൽ എന്ന വാക്കിൽ നിന്നുമാണ് കേട്ടോ ക്രെഡിറ്റ് എന്ന പദം വന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ലോണിൻ്റെ കാലാവധി ജസ്റ്റ് ഒന്ന് നോക്കണം. എന്താ ഷോർട്ട് ടേം ലോണിൻ്റെ കാലാവധി? 6 മാസം മുതൽ 18 മാസം വരെ ഉള്ളതാണ് എന്ത്? ഷോർട്ട് ടേം ലോൺ കേട്ടോ. എന്താ ഷോർട്ട് ടേം ലോണിൻ്റെ കാലാവധി? 6 മാസം മുതൽ 18 മാസം വരെ ഉള്ളതാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുക. മീഡിയം ടേം ലോൺ, അപ്പോൾ ഓൾ ക്രോപ്പ് ലോൺ എങ്ങനെയാണ്? ഷോർട്ട് ടേം ആയിട്ടാണ് കൊടുക്കുക കേട്ടോ. പിന്നെ ലെങ്ത് ഓഫ് റീപെയ്ഡ് പീരിയഡ് അവരുടെ ക്രോപ്പിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ അത് നാളികേര കൃഷി അല്ലെങ്കിൽ കരിമ്പും കൃഷി, നെൽകൃഷി, ഓരോന്നിനും ഓരോ ക്രോപ്പ് സീസൺ ആണല്ലോ. ചിലപ്പോൾ 2 ക്രോപ്പ് സീസൺ ഉണ്ടാവും, ചിലത് 6 മാസം കൊണ്ട് വിളവെടുപ്പും, ചിലത് ചിലപ്പോൾ 2 വർഷം കൊണ്ടാവുക. അപ്പോൾ ഏതാണ് നമ്മുടെ ഒരു കാർഷിക രീതി അല്ലെങ്കിൽ കാർഷിക ഐറ്റം നോക്കിയിട്ടാണ് ആ ഒരു വിളവ് അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് പീരിയഡ് തീരുമാനിക്കുക. അതിപ്പോൾ നമ്മുടെ NPA അങ്ങനെ തന്നെയാണ് പറയണം. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ 6 മുതൽ 18 മാസം വരെയുള്ളതും, മീഡിയം ടേം ലോൺ എന്ന് പറഞ്ഞാൽ 15 മുതൽ 5 വർഷം വരെയാണ് കേട്ടോ. 15 മാസം മുതൽ 5 വർഷം വരെയും, ലോങ് ടേം ലോൺ എന്ന് പറഞ്ഞാൽ 5 വർഷം മുതൽ 20 വർഷം വരെയും കാലാവധി ഉള്ളതാണ് കേട്ടോ. ക്രോപ്പ് ലോൺസിനെ പൊതുവായിട്ട് ഷോർട്ട് ടേം ലോണിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, പിന്നെ അതിൻ്റെ ലെങ്ത്ത് എന്താണ്? റീപേയ്മെൻറ്റിൻ്റെ ലെങ്ത്ത് വാരി അക്കോർഡിംഗ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്രോപ്പ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് ഒരു പ്രധാനപ്പെട്ടതാണ്. ക്രോപ്പിൽ 2 നീഡും ഉണ്ട്. ക്യാഷ് ബേസിസിലും പ്രൊഡക്ഷൻ കമ്മോഡിറ്റി ബേസിസിലും ക്യാഷ് ബേസിലും 2 ഐറ്റമായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് among the following one is not the recommendation of Kapoor Committee. കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കപൂർ കമ്മിറ്റി എന്ന് വെച്ചാൽ കുറേ കപൂർമാരുണ്ട്. കമ്മിറ്റികൾ നോക്കുകയാണെങ്കിൽ കുറേ കപൂർ. നമ്മുടെ ഈ ഒരു കപൂർ ജഗദീഷ് കപൂറാണ് കേട്ടോ. ജഗദീഷ് കപൂർ കമ്മിറ്റിയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റീഫോംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കപൂർ കമ്മിറ്റി. ആ കപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ അറ്റൻഷൻ ഷുഡ് ബി ടേക്കൺ ഫോർ ഫണ്ട് മാനേജ്മെൻറ്റ്, പിന്നെ ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഇൻറ്റേർണൽ ചെക്ക് ഷോൾ ബി എസെൻഷ്യൽ ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബിസിനസ് ഡെവലപ്മെൻറ്റ് BDP നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഗുസ്രു കമ്മിറ്റിയാണ് BDP. അപ്പോൾ അതുമാത്രമാണ് ഇതിൽ വ്യത്യാസമായി നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ കേട്ടോ. ഇംപ്ലിമെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ഗുസ്രു കമ്മിറ്റിയാണ്. ബാക്കിയൊക്കെ ജഗദീഷ് കപൂറാണ് കേട്ടോ, ജഗദീഷ് കപൂർ കമ്മിറ്റി. അപ്പോൾ ജഗദീഷ് കപൂർ കമ്മിറ്റിയുടെ പിന്നെ ജഗദീഷ് കപൂർ കമ്മിറ്റിയുടെ പേര്, അതായത് കമ്മിറ്റിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് റീഫോംസുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്കിങ് റീഫോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയായിരുന്നു ഈ ജഗദീഷ് കപൂർ കമ്മിറ്റി. ജഗദീഷ് കപൂർ കമ്മിറ്റിയുടെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1999 അപ്പോയിൻറ്റ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ 27 ജൂലൈ 2000 കേട്ടോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. ജഗദീഷ് കപൂർ കമ്മിറ്റി 1999 അപ്പോയിൻറ്റ് ചെയ്യുകയും 27 ജൂലൈ 2000 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ റീഫോംസ്, അതായത് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിന് കുറേ റീഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് കേട്ടോ. അദ്ദേഹം ഫോർമർ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആയിരുന്നു. ആര്? ജഗദീഷ് കപൂർ കേട്ടോ. ഓക്കെ, വേറെയും കുറേ കപൂർമാരുണ്ട്. കാരണം കപൂർ കമ്മിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കപൂർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറെയും കപൂർമാരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കപൂർ കമ്മിറ്റികളുള്ള കാരണം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് ജഗദീഷ് കപൂർ കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. മറ്റൊന്നും നമുക്ക് ചോദിക്കില്ല എന്തായാലും, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്. അതിൻ്റെ അറിയാലോ, അതായത് കൊപ്പെക് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ്. എ ട്രെയിനിങ് സിസ്റ്റം ഇൻ കോപ്പറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ. ഏതു വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. 2009 സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്. ഏതു വർഷം സ്റ്റാർട്ട് ചെയ്തു?
2009 കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ നബാർഡിൻ്റെ കീഴിൽ ബേർഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലേ, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, ആ ഒരു ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് എന്തു വരുന്നത്, ഈ ഒരു സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് 2009 വരുന്നത് കേട്ടോ. ഓക്കെ, ബേർഡ് ലക്നൗവിലാണ് ഇവരുടെ ആസ്ഥാനം, ലക്നൗവിലാണ് ആസ്ഥാനമായിട്ട് പറയണത്. 2009 കേട്ടോ. അപ്പോൾ ക്രിയേറ്റഡ് അണ്ടർ ബേർഡാണ് ലക്നൗവിൽ. എന്താണ് ഇത് സംഭവം? ഇതൊരു ഇൻഡിപെൻഡൻറ്റ് നോഡൽ സെൻറ്ററാണ് ഫോർ കോർഡിനേറ്റിംഗ് ട്രെയിനിങ് എഫേർട്സ് ഓഫ് വാരിയസ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, 2009 സ്റ്റാർട്ട് ചെയ്തു. ക്രിയേറ്റഡ് അണ്ടർ ബേർഡ് ലക്നൗ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോഡൽ സെൻറ്റർ ഫോർ കോർഡിനേറ്റിംഗ് ട്രെയിനിങ് എഫേർട്സ് ഓഫ് വേരിയസ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ 2009 പ്രധാനപ്പെട്ട വർഷമാണ്, ഓർത്തിരിക്കണം കേട്ടോ. 2009 കൊപ്പക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർഷമാണ് 2009, ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത് കോപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത്, ഓപ്ഷൻസ് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, ഓൾ ഓഫ് ദി എബോവ്. ഇതിലേതാണ് കോപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, കോപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, എന്തിനാണ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം, അതായത് റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി, മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. പിന്നെ എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ബിസിനസ് എൻ്റർപ്രൈസസിന് CSR നിർബന്ധമാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമുക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 100% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സ്ഥാപനം ഏതാണ്? നബാർഡാണ് കേട്ടോ. സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് കോർപ്പറേറ്റീവ് ഗവേണൻസ് അസോസിയേറ്റ് ചെയ്യുന്നത്. കോർപ്പറേറ്റീവ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെ നമ്മളതിൽ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, ഉപകാരപ്പെടും. അപ്പോൾ കോപ്പറേറ്റീവ് ഗവേണൻസ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതാര സംഭവം? NCDC. ഇതിൻ്റെ സക്സസർ ഈസ് ദ സക്സസർ ആരുടെ സക്സസർ? അതായത് NHBD ആണോ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡാണോ, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണോ, NDDB ആണോ? നമ്മുടെ NCDW ബി എന്നറിയപ്പെടുന്ന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർ ഹൗസിംഗ് ബോർഡായിരുന്നു ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് രൂപാന്തരപ്പെട്ടതാണ് ആര്? NCDC എന്ന് പറഞ്ഞിട്ട് മാറിയത്, അതിൻ്റെ രൂപാന്തരപ്പെട്ടിട്ടാണ് NCDC ആയി മാറിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെയൊക്കെ സമയത്തുണ്ടായിരുന്ന. അത് കഴിഞ്ഞ് ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് സെറ്റപ്പ് ചെയ്യുന്നത് 1956 ഓക്കെ, പിന്നെയാണ് ഈ 1963 വെയർ ഹൗസിംഗ് ആക്ടിവിറ്റി സെപ്പറേറ്റ് ചെയ്യുകയും NCDC ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സക്സസറാണ് ആര്? NCDCയുടെ സക്സസർ അറിയപ്പെടുന്നത് ആരാണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡാണ്. അത് സെറ്റപ്പ് ചെയ്ത വർഷം ഏതാണ്? 1956 കേട്ടോ. 1956 പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, NCDCയുടെ വർഷം ഏതാ? 13/3/1963 കേട്ടോ. NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 13/3/1963. NCDCയുടെ ആക്ട് വന്നതോ 1962. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ NCT ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത്? ഓർക്കാൻ പറ്റുണ്ടോ? തേർഡ് 5 ഇയർ പ്ലാനിലാണ് കേട്ടോ. തേർഡ് 5 ഇയർ പ്ലാനിലാണ് വന്നത്. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അന്ന് അഗ്രികൾച്ചറിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ വന്നുല്ലോ. ഓക്കെ, അന്ന് പക്ഷേ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഇതെല്ലാം വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. NCDC ആയി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് NCDC ആയി ബന്ധപ്പെട്ട ഇനി കൂടുതൽ പോയിന്റുകൾ വരുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാൽ തീരില്ല.
അതുകൊണ്ട് നമുക്ക് പതുക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബേർഡ് പിന്നെയും വന്നല്ലോ. ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. അറിയാമല്ലേ, നബാർഡാണ് ബേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും ആരാണ്? നബാർഡാണ്. അപ്പോൾ ഇങ്ങനത്തെ അതായത് പ്രധാനപ്പെട്ട അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം നോക്കി വെച്ചാൽ പോരാന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ വ്യക്തമായി ഓർത്തിരിക്കണം. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതും ഒന്ന് നോക്കിയിരിക്കണം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബേർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് കേട്ടോ. ബാങ്ക് ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേർഡ് ബൈ നബാർഡാണ് ബേർഡ്. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ലക്നൗ ആണ് കേട്ടോ. ലക്നൗ ആണ് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ബേർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ നെക്സ്റ്റ് ഒരു കമ്മിറ്റിയാണ് കേട്ടോ. വീണ്ടും ഒരു കമ്മിറ്റി വന്നു, പ്രകാശ് ബക്ഷി കമ്മിറ്റി. അതും പ്രകാശ് ബക്ഷി കമ്മിറ്റിയായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ്. അപ്പോൾ പ്രകാശ് ബക്ഷി കമ്മിറ്റി 2012 കേട്ടോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ പോരാന്നാണ് അർത്ഥം. കാരണം പ്രകാശ് ബക്ഷി കമ്മിറ്റിയുടെ വർഷവും കൂടി അറിഞ്ഞിരിക്കണം. എന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്നാണ്? ജൂലൈ 2012 RBI സെറ്റപ്പ് ചെയ്യുകയാണ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ പ്രകാശ് ബക്ഷി ചെയർമാനായിട്ട്. ഓക്കെ, നബാർഡിൻ്റെ ചെയർമാനായിരുന്നു കേട്ടോ അദ്ദേഹം. ടു എക്സാമിൻ ദ 3 ടയർ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, STCCS എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 23 ജാനുവരി 2013 കേട്ടോ. എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത്? 23 ജാനുവരി 2013. 23 ജാനുവരി 2013 പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ 2013 ആൻസറായിട്ട് വരിക അല്ലേ? 2012 അന്ന് ഞാൻ എഴുതിയത് കേട്ടോ. 2012 നമ്മുടെ അപ്പോയിൻമെൻറ്റ് ചെയ്ത വർഷം. അപ്പോൾ ആ വർഷം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് 2012 അന്ന് എഴുതിയത്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 2012 അപ്പോയിൻറ്റ് ചെയ്യുകയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 2013 കേട്ടോ. അപ്പം എല്ലാം നോക്കി വെക്കണം. അപ്പോൾ അതായത് നമ്മൾ ആ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്ത വർഷം മാത്രം നോക്കിയാൽ പോരാ, കമ്മിറ്റി എന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണു എന്നതും കൂടി നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഏത് കോഡ് നമ്പറാണെന്ന് മറക്കരുത്. 1050/2024 എന്ന കോഡ് നമ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രകാശ് ബക്ഷി കമ്മിറ്റിയായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, പ്രകാശ് ബക്ഷി കമ്മിറ്റി നമ്മൾ പറഞ്ഞു STCCS ആണ്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പേർട്ട് കമ്മിറ്റി നമ്മൾ പറഞ്ഞല്ലോ 3 ടയർ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനാണ് RBI സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. എന്തിന്? ഈ പ്രകാശ് ബക്ഷി കമ്മിറ്റീന് കേട്ടോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് തന്നെ. കുറേ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് the terms of reference of the committee among other things will include suggesting appropriate mechanism for consolidation by way of amalgamation, merger, takeover, liquidation and delaying. പിന്നെ അതിന് പുറമെ besides it is also expected to suggest a proactive measures that need to be taken in this direction by the cooperative banks themselves. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, RBI, നബാർഡ്, അങ്ങനെ ഇവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രധാനപ്പെട്ട തന്നെയാണ് ആ കമ്മിറ്റി, പ്രകാശ് ബക്ഷി കമ്മിറ്റി. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക. അതിൽ മറ്റ് മെമ്പേഴ്സ്, നബാർഡിൻ്റെ ചെയർമാനായിരുന്നു പ്രകാശ് ബക്ഷി ആയിരുന്നു. അതർ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ V. രാമകൃഷ്ണറാവു ഉണ്ടായിരുന്നു. അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നബാർഡായിരുന്നു. പിന്നെ ഉമേഷ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ. അങ്ങനെ കുറേ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു കമ്മിറ്റി തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.